ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കേരള കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെ? കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമം വിവരാവകാശ നിയമം. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ പ്രവർത്തനഫലമായി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് താപ്തി. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് എന്ന്? 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? മുഹമ്മദ് ഇക്ബാൽ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം? 1914. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1914. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 19. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സൻസദ് ആദർശ് ഗ്രാമയോജന. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? ബസവണ്ണ. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബസവണ്ണ. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആര്? ദസ്വന്ത്. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏതു നിറത്തിലായിരിക്കും? കറുപ്പ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏതു നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്. ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം? സെറീന വില്യംസ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? കേരളം. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം കേരളം. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം? 1996. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? ഗദർ പാർട്ടി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഗദർ പാർട്ടി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? ബംഗാൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം? ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? 45ാമത്തെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? നെടുങ്കയം. ടോക്കൻ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ടോക്കൻ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്.
പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര്? ഔറംഗസേബ്. പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? 1949 നവംബർ 23. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജയപ്രകാശ് നാരായൺ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജയപ്രകാശ് നാരായൺ. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട്. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിച്ചത്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിച്ചത്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതു ഭാഷയിലാണ്? ലാറ്റിൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതു ഭാഷയിലാണ്? ലാറ്റിൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര്? BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര്? BN റാവു. 8 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കുവാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? 11 മണി. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 11 മണി. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ. താഴെ പറയുന്നവയിൽ ആദ്യം നടന്നത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ നടന്നത് 1891. ഈഴവ മെമ്മോറിയൽ 1896. നിവർത്തന പ്രക്ഷോഭം 1932. മലബാർ കലാപം 1921. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം? അഫ്ഗാനിസ്ഥാൻ. അറബിക്കടലുമായി താഴെ തന്നിരിക്കുന്നവയിൽ തീരം പങ്കിടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? 11ാമത്തെ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? 11ാമത്തെ. യുനെസ്കോയുടെ ആസ്ഥാനം? പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാംഗങ്ങളുടെ കാലാവധി? 6 വർഷം. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്. 70 കോടിയിലധികം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര? ആരവല്ലി. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്നും പിടിച്ചിറക്കിയത് ഇവിടെ നിന്നാണ്? ചെങ്കോട്ട. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്നും പിടിച്ചിറക്കിയത് ഇവിടെ നിന്നാണ്? ചെങ്കോട്ട. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും 1-ാം സ്ഥാനത്തുള്ളത്? ഗോദാവരി. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും 1-ാം സ്ഥാനത്തുള്ളത് ഗോദാവരി. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? കേളപ്പൻ. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേളപ്പൻ. ഭരണഘടനയുടെ 246-ാം വകുപ്പനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനം? വിദ്യാഭ്യാസം. ഭരണഘടനയുടെ 246-ാം വകുപ്പനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനം വിദ്യാഭ്യാസം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1917 നടന്നത്? ചമ്പാരൻ സമരം. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മുദ്ര യോജന. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി മുദ്ര യോജന. PSLV-35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ ആണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്? അൾജീരിയ, കാനഡ, അമേരിക്ക.
PSLV-35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്? അൾജീരിയ, കാനഡ, അമേരിക്ക. 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ്? ലക്ഷ്യം വെച്ചത് 8.1%, നേടിയെടുത്തത് 7.7%. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ. ഇന്ത്യയിലെ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്? 1969. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം? സ്വദേശാഭിമാനി. ആനി ബെസന്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിൽ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത്? പാലക്കാട്. ആനി ബെസന്റിൻ്റെ നേതൃത്വത്തിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണി. കേഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയുടെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? 1905 ജൂലൈ 20. 1905 ജൂലൈ 20. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ്? മുംബൈ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? മങ്കട കൃഷ്ണവർമ്മ രാജ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മങ്കട കൃഷ്ണവർമ്മ രാജ. 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ കോട്ട താഴെ പറയുന്നവയിൽ ഏതാണ്? കൊടുങ്ങല്ലൂർ കോട്ട. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നവരിൽ കൂട്ടത്തിൽ ആരാണ്? APJ അബ്ദുൽ കലാം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കുമയൂൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കുമയൂൺ ഹിമാലയം. താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? മരുഭൂമി മണ്ണ്. താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ജയ്പൂർ. 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ദീനബന്ധു മിത്ര. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ഏതു പേരിലാണ് പ്രശസ്തനായത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.